നമ്മുടെ മോളിവുഡിലെ ആക്ട്രസസ് അവരെക്കുറിച്ച് അധികം ആരും അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല. മമിത ബൈജു ഇത്ര ഈസി ആയിട്ടാണോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു ഓളം അല്ലെങ്കിൽ അവിടെ ഒരു വേരുണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്ര ഈസി ആണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് മമിത ബൈജു എന്ന് പറയുന്ന ആക്ട്രസസിൻ്റെ ഒരു വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നയൻതാരയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു പ്രസ്ഥാനം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതുണ്ടാവുന്നത് മമിത ബൈജു എന്ന് പറഞ്ഞ ആക്ട്രസിലാണ്. വളരെ ചുരുക്കം സിനിമകളാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എല്ലാം റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള സിനിമകളുമാണ്. ആ ഒരു ആക്ട്രസസ് ഈ കുറച്ച് കാലയളവിന് ശേഷം പ്രേമലു എന്ന് പറയുന്ന ഒറ്റ സിനിമയുടെ സക്സസ്സിന് ശേഷം പിന്നെ ഉണ്ടായതൊക്കെ ചരിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തമിഴ് മമിത ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ കുറേ പ്രോജക്റ്റുകൾ തമിഴിലെ കിടിലങ്ങളായിട്ടുള്ള വിജയ് ആയാലും ധനുഷ് ആയാലും അതുപോലെ തന്നെ അവിടുത്തെ യങ് ഓഡിയൻസിൻ്റെ ഇതായിട്ടുള്ള PR ആയാലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ്, ഇത്തരത്തിലുള്ള ഒരു ലൈനപ്പ് വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്തെങ്കിലും നമുക്കറിയാം തമിഴിൽ ഇപ്പോൾ കൂടുതലും മലയാളത്തിൽ നിന്നൊക്കെയാണ് ആക്ട്രസസുകൾ എടുക്കുന്നത്. അത് അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, മേ ബി പല റീസൺസും ഉണ്ടായിരിക്കാം. മലയാളത്തിൽ നിന്ന് ഒരുപാട് ആക്ട്രസസ് പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് പോയി ഒരു സൈഡ് റോളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള റോളുകൾ ചെന്ന് തമിഴിൽ ചെയ്തിട്ടാണ് അവരങ്ങ് പോകുന്നത്. പക്ഷേ മമിത ബൈജു എന്ന് പറഞ്ഞ ആക്ട്രസ് ഓരോ സിനിമകൾ പിക്ക് ചെയ്യുന്നത് അതിൽ സ്റ്റാർസിനെ നോക്കിയിട്ടാണോ എന്ന് പോലെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോ സിനിമകളുടെ ലൈനപ്പ് വരുന്നത്. അടുത്തത് നമുക്ക് സൂര്യയോട് അഭിനയിക്കാം, അത് കഴിഞ്ഞിട്ട് വിജയോട് അഭിനയിക്കാം, ഇങ്ങനെ അതും മെയിൻ ലീഡ് ക്യാരക്ടേഴ്സുകളായിട്ടാണ്, ഒന്നും സൈഡ് റോളല്ല. ഇപ്പം നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു ആക്ട്രസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് വരെ തോന്നിയിട്ടുള്ളത് കല്യാണി പ്രിയദർശനെ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയുടെ, അതും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയുടെ സക്സസ്സിന് ശേഷമാണ്. പക്ഷേ മമിത ബൈജു ഇപ്പോൾ കല്യാണിയും കടത്തി വെട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മമിതയ്ക്ക് തേടി കൊടുത്തത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു സക്സസ് തന്നെയാണ് മമിത എന്ന് പറഞ്ഞ ആക്ട്രസിനെ ഈ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുത്തത്. അതിൻ്റെ സക്സസ് ഒരുപാട് റൂട്ട് പോയിട്ടുണ്ട്. ആ റൂട്ട് പിടിച്ച് തന്നെയാണ് തമിഴിലേക്ക് ചെന്ന സമയത്തും ഇതുപോലുള്ള മെയിൻ ലീഡ് ആക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇനി വരാൻ പോകുന്നതും അനൗൺസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ മമിതയുടെ അടുത്തുണ്ട്. വിശ്വനാഥ് ആൻഡ് സൺസ് ആ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പോൾ കറൻ്റ്ലി മമിതയുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിന് ക്ലാഷ് റിലീസായിട്ട് വരാൻ പോകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് അതേ പ്രേമലൂരെ ഡയറക്ടറിൻ്റെ ഒപ്പം വീണ്ടും ഒരു ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ മമിത ബൈജു എന്ന ആക്ട്രസിൻ്റെ ഓരോ മൂവുകളും അല്ലെങ്കിൽ ഓരോ സിനിമകളും സെലക്ട് ചെയ്യുന്നത് വളരെ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോട് ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് പ്രോജക്റ്റ് വരുന്നതിൽ നിന്ന് പിക്ക് ചെയ്യുന്നതെല്ലാം നോട്ടബിളായിട്ടുള്ള ക്യാരക്ടേഴ്സും തൻ്റെ ഓരോ പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ പടത്തിൻ്റെ പവർ കൊണ്ട് നെക്സ്റ്റ് പടം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ് മമിത ബൈജു. നമ്മൾ മമിതയെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്ത സമയത്തും നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. മമിത ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ സ്റ്റാർഡം എന്നുള്ള രീതിയിലാണ് മമിതയുടെ ഓരോ സിനിമകളും സെലക്ട് ചെയ്യുന്നത്. മമിതയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ പറഞ്ഞത്. മമിത സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സുകളെല്ലാം ഇത്തരത്തിലൊരു സ്റ്റാറിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോളുകളാണ് മമിത സെലക്ട് ചെയ്യുന്നതെന്ന്. അത് തന്നെയാണ് കറൻ്റ്ലി മമിത ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമിത ജനനായകനി ചെയ്ത ആ ഒരു ക്യാരക്ടർ ആയാലും പ്രദീപ് രംഗനാഥനോടുള്ള ആ ഒരു പടത്തിൽ ചെയ്തിട്ടുള്ളതാവാം, ഇപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസിലുള്ള ക്യാരക്ടർ ആവാം. ഇതൊക്കെ ഒരു തരം ക്രിഞ്ച് അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ് ഒരുമാതിരി അമേച്ചറിഷ് ആയിട്ടുള്ള ഒരുമാതിരിയില്ല കുട്ടിക്കളി പോലത്തെ കൈൻഡ് ഓഫ് ഒരു ഇത് ഫീൽ ചെയ്യും. പക്ഷേ ധനുഷിൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടത്തിനകത്ത് കുറച്ച് ഇമോഷണലായിട്ടുള്ള കുറച്ചും കൂടി ക്യാരക്ടർ ഓറിയൻ്റ് ആയിട്ടുള്ള റോളാണ്. പക്ഷേ ആ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല.